ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എഗ് മസാല ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സാധാരണ ബർഗറിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഗറാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാം ചെറുതായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അരിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ, വലിയ പീസസ് ആയിട്ട് എടുക്കാൻ പാടില്ല. എന്നിട്ട് ഈ ക്യാപ്സിക്കം നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി, നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഉടയണ ഒരു പരിവാവണ വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉടങ്ങി കിട്ടിയിട്ടുണ്ട്, നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇതുവരെ നമ്മൾ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല അത്യാവശ്യം നല്ല പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, പൊടിയുള്ള പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസ് ഉള്ളവർ എന്തായാലും ചേർത്ത് കൊടുക്കാം, ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും ഒരു നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ അതുള്ളവർ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണേ. ഇനി അടുത്തതായിട്ട് 2 പുഴുങ്ങിയ മുട്ടയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ കുഞ്ഞു പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വേണം അതിലോട്ട് ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉണ്ണിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉടങ്ങിയൊക്കെ പോവും, അതൊന്നും കുഴപ്പമില്ല. ആ മുട്ടയുടെ ആ വെള്ളയുടെ പോർഷൻ കുഞ്ഞു പീസസ് ആയിട്ട് ഈ ഒരു മസാലയിൽ ഉണ്ടാവണം. ഉണ്ണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉടങ്ങി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഒരു നല്ല ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഈ മസാലയ്ക്ക്. അപ്പോൾ മല്ലിയില ഉള്ളവർ അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതും ഓപ്ഷണലാണ്. ഈ ചീസൊക്കെ ചേർക്കുമ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് ഉണ്ടാവുക. പക്ഷേ നമുക്ക് ചീസ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ, അത് സ്കിപ്പ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചീസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ എഗ് മസാല ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ചും കൂടെ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് നമ്മൾ കുറച്ച് ബട്ടറോ ഗീയോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ ബട്ടറൊക്കെ, ഞാനിവിടെ ബട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ബട്ടറൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ ബർഗർ ബണ്ണ് നമുക്ക് വാങ്ങാൻ കിട്ടും, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഇതേപോലെ 2ആയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളിതിൽ പാനിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബട്ടറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് 2 സൈഡും ചെറുതായിട്ട് ആ ബട്ടറൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു സൈഡൊക്കെ ഒന്ന് ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിയേണ്ടവർക്കാണെങ്കിൽ കുറച്ച് നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചെടുത്ത് നമ്മൾ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബണ്ണിൻ്റെ അടിഭാഗത്തായിട്ട്
നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ എഗ് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് എത്ര മസാല വേണോ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാലയിൽ നമുക്ക് 3 ബർഗർ ബണ്ണാട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാൻ പക്ഷേ വീഡിയോയിൽ 2 ബർഗർ ബണ്ണാണ് കാണിക്കുന്നുള്ളൂ. അതിൽ 3 ബർഗർ ബണ്ണ് നമുക്ക് ശരിക്കും ഈ മസാലയുടെ ഈ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഒരു ബണ്ണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം. മുട്ടയുടെ മസാല ചേർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ചീസ് സ്ലൈസ് വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ മയണൈസും ടൊമാറ്റോ സോസൊക്കെ വേണ്ടവർക്ക് അതൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബർഗറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊന്നും ചേർത്ത് കൊടുക്കാത്തവർക്ക്, പക്ഷേ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളോട് അഭിപ്രായം പറയാം. താങ്ക്